ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ അന്ത്യത്താഴ വേളയിൽ തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന മനോഹരമായ സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാ പെസഹ തിരുനാളിലും നാം ധാരാളമായി വ്യാഖ്യാനിച്ച് കേൾക്കുകയും ഒരു പരിധിവരെ ദൃശ്യമായ ആവിഷ്കരണത്തിലൂടെ കണ്ടും കേട്ടും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു വചനഭാഗമാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നത്. നാം ഈ ഭാഗത്തിൽ വായിക്കുമ്പോൾ പത്രോസ് അപ്പസ്തോലൻ്റെ അടുത്ത് വന്ന് ഈശോ അത്താഴത്തിനിടയിൽ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടി അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനും അരയിൽ ചുറ്റിയ തുവാല കൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി. അവൻ ശിമയോൻ പത്രോസിൻ്റെ അടുത്തെത്തി. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുകയോ? ഈശോ പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്താണ് എന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. സ്നേഹമുള്ള സഹോദരരെ, നമുക്കറിയാം, ഒരു യജമാനനും ഗുരുവും കർത്താവും ഒക്കെയായ ഈശോ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ ദാസൻ ചെയ്യേണ്ട ജോലി ചെയ്തപ്പോൾ ഈശോയുടെ എളിമയും ശുശ്രൂഷ മനോഭാവവും സ്വയം ശൂന്യവൽക്കരിക്കുന്ന ആ മനോഭാവവും ഒക്കെ കണ്ടിട്ടാണ് പത്രോസ് ഈശോയോട് പറഞ്ഞത്, കർത്താവെ, നീ എൻ്റെ കാല് കഴുകാൻ, ഈ ശിഷ്യനായ എൻ്റെ കാല് കഴുകാൻ ഗുരുവായ നിന്നെ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പത്രോസ് പറയുന്നത്. എന്നാൽ സ്നേഹമുള്ള സഹോദരരെ, ഈശോ പത്രോസിനോട് പറയുക, പത്രോസെ, ഞാൻ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നീ മനസ്സിലാക്കുന്നില്ല. ഒരു ഗുരുവായ ഞാൻ ശിഷ്യന്മാരുടെ പാദം കഴുകുന്നത് എളിമയുടെയോ വിനയത്തിൻ്റെയോ ശുശ്രൂഷയുടെയോ മാതൃകയോ രീതിയോ ഒന്നും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയല്ല. നീ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് എങ്കിൽ ഞാൻ സ്വയം എളിമപ്പെടാൻ വേണ്ടി, ശൂന്യവൽക്കരിക്കപ്പെടാൻ വേണ്ടി, നിസ്സാരവൽക്കരിക്കപ്പെടാൻ വേണ്ടിയാ നിങ്ങളുടെ പാദം കഴുകുന്നതെന്നാണ് നീ വിചാരിക്കുന്നത് എങ്കിൽ അത് വെറുതെയാണ്. അതല്ല അതിൻ്റെ അർത്ഥം. ഞാൻ ചെയ്യുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം നീ മനസ്സിലാക്കുന്നില്ല, ഇപ്പോൾ മനസ്സിലാക്കുന്നില്ല. ഞാൻ പറഞ്ഞു തരാം എന്നാണ് ഈശോ പറയുന്നത്. ഈശോ പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്ന് പിന്നീട് അറിയും. പക്ഷെ പത്രോസ് സമ്മതിക്കുന്നില്ല. പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്, നീ അത്രയ്ക്ക് ചെറുതാകരുത്, ഞാൻ നിന്നെ ചെറുതാകാൻ സമ്മതിക്കത്തില്ല. നീ എൻ്റെ ഗുരുവാ, നീ എൻ്റെ കർത്താവാ, നീ എൻ്റെ രക്ഷകനാ, നീ എൻ്റെ എല്ലാമാ, ഞാൻ നിന്നെ സമ്മതിക്കത്തില്ല. പത്രോസ് തീർത്ത് പറയുകയാണ്. അപ്പോൾ ഈശോ പ്രതിവചിച്ചു, ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കുണ്ടാവില്ല. സ്നേഹമുള്ളവരെ, താൻ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഈശോ ഒരു സൂചന നൽകുകയാ. താൻ തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകുന്നത് വഴി തന്നിൽ അവർക്ക് പങ്കു കൊടുക്കുകയാണ്, തന്നിൽ അവർക്ക് ഭാഗഭാഗിത്വം കൊടുക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇവിടെ ഈശോ ഈ കാലുകഴുകൽ ശുശ്രൂഷ നടത്തുന്നത് താൻ അപ്പം മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് പകുത്തു കൊടുക്കുന്നതിന് മുമ്പാണ്. ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് തൻ്റെ ശരീരവും രക്തവും അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ പങ്കുവെച്ച് പകുത്തു കൊടുക്കുന്നതിന് മുമ്പ് തന്നിൽ ഭാഗഭാഗത്വം ലഭിക്കുന്നതിന് വേണ്ടി തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകുകയും. ഇനി എന്നിൽ തുടർന്ന് അപ്പോൾ ശിമോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, അങ്ങനെയെങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസ്സും കൂടി കഴുകണമേ. എൻ്റെ കാല് മാത്രമല്ല കൈയും തലയും കൂടി കഴുകണമേ. നമുക്കറിയാം, കൈയും കാലും തലയും കഴുകുന്നതിൻ്റെ പേര് കഴുകുക എന്നല്ല, പിന്നെ കുളിക്കുകയെന്ന. അപ്പോൾ ഈശോ പറഞ്ഞത്, മോനെ പത്രോസേ, അത്രയ്ക്ക് വേണ്ട, കുളി കഴിഞ്ഞവൻ്റെ കാല് മാത്രം കഴുകിയാൽ മതി, അവൻ മുഴുവൻ ശുദ്ധിയുള്ളവനാകും എന്ന് പറഞ്ഞ സ്നേഹമുള്ളവരെ, ഒരിക്കൽ കുളിച്ചവൻ പിന്നെ കുളിക്കുകയല്ല വേണ്ടത്, നടന്നു വന്ന വഴിയിൽ അഴുക്കുപുരണ്ട ജീവിത മേഖലകളെ കഴുകിക്കളഞ്ഞാൽ മതി.
ഇവിടെ യഹൂദ പശ്ചാത്തലത്തിൽ വഴിയിൽ നടന്നു വന്നപ്പോൾ കാലിൽ ചെളി പറ്റിയത് കൊണ്ട് ആ കാലുകൾ കഴുകണമെന്ന് ഈശോ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രൈസ്തവ ആത്മീയ ജീവിതത്തിൽ ഇത് നമുക്ക് പറഞ്ഞു തരുന്നത്, ഒരിക്കൽ മാമോദീസ എന്ന കുളി കഴിഞ്ഞവരാ നാം ഓരോരുത്തർ. ഒരിക്കൽ മാമോദീസ എന്ന കുളി കഴിഞ്ഞ വ്യക്തികളാണ് നാം എങ്കിൽ പിന്നെയും കുളിക്കേണ്ടതില്ല, പിന്നെയും മാമോദീസ എന്ന ആ കുളി സ്വീകരിക്കേണ്ടതില്ല. ഈശോയുടെ രക്തത്താൽ കഴുകപ്പെടുന്ന, ഈശോയുടെ രക്തത്തിൻ്റെ പ്രതീകമായ ജലത്താൽ കഴുകപ്പെടുന്ന ആ കുളി ഇനിയും നാം ആവർത്തിച്ച് സ്വീകരിക്കേണ്ടതില്ല. എന്നാൽ ക്രിസ്ത്യാനികളായ ക്രൈസ്തവരായ ഈ മാമോദീസ സ്വീകരിച്ചവരായ നാം ഓരോരുത്തരും ഓർക്കണം, നാം ഈ ലോകത്തിൻ്റെ മണ്ണിൽ ചവിട്ടി നടക്കുമ്പോൾ, ഈ ലോകത്തിൻ്റെ ചെളിയിലും ഒക്കെ ചവിട്ടി നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വീണ്ടും വീണ്ടും ചെളി പറ്റുന്ന, പാപത്തിൻ്റെ ദംശനമേൽക്കുന്ന, പാപത്തിൻ്റെ സ്പർശനമേൽക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. അങ്ങനെ ഈശോ ഒരിക്കൽ കുളിപ്പിച്ചുവെങ്കിലും, മാമോദീസ എന്ന കൂദാശയിലൂടെ ഈശോ ഒരിക്കൽ കുളിപ്പിച്ചുവെങ്കിലും ഈ പാപത്തിൻ്റെ സ്പർശമേറ്റ നമ്മുടെ ശരീരഭാഗങ്ങൾ വീണ്ടും വീണ്ടും കൂടെ ഇടയ്ക്കെല്ലാം കഴുകിക്കൊണ്ടിരിക്കണമെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയും, അങ്ങനെയെങ്കിൽ മാത്രമേ ഈശോയുടെ വിശുദ്ധിയിൽ പൂർണ്ണമായ ഭാഗഭാഗിത്വം നമുക്കുണ്ടാവുകയുള്ളൂ. ശിമോൻ പത്രോസ് പറഞ്ഞു, കർത്താവേ, എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ. ഈശോ പ്രതിവചിച്ചു, കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ, അവൻ മുഴുവൻ ശുദ്ധിയുള്ളവരായിരിക്കും. അവൻ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഈശോയുടെ പരിശുദ്ധിയിൽ, ഈശോയുടെ ദൈവികമായ വിശുദ്ധിയിൽ നമുക്ക് സമ്പൂർണമായ ഭാഗഭാഗത്വം നൽകുവാൻ വേണ്ടിയ ഈശോ പാദം കഴുകുന്നത്. ഈശോ തൻ്റെ ചോരയുടെ പ്രതീകമുള്ള വെള്ളം കൊണ്ട് ശിഷ്യന്മാരുടെ പാദം കഴുകുന്നത്. സ്നേഹമുള്ള സഹോദരരെ, ഈശോ തൻ്റെ രക്തത്തിൻ്റെ പ്രതീകമായ, നമ്മൾ വായിക്കുന്നുണ്ടല്ലോ എഫേസൂസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം, അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി മാറ്റി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധിയും ആയിരിക്കും വേണ്ടിയ. സ്നേഹമുള്ള സഹോദരരെ, നാം ഓരോരുത്തരും സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ സഭയിലെ ഓരോ അംഗം എന്ന നിലയിൽ ഈശോയെ സമീപിച്ച് ഈ കഴുകപ്പെടലിൻ്റെ കുമ്പസാരമെന്ന കൂദാശ നാം സ്വീകരിക്കുമ്പോൾ സഭ അതിൻ്റെ സമഗ്രതയിൽ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. അവൻ സഭയെ വിശുദ്ധീകരിക്കുകയാണ്. ഈ ജലം കൊണ്ടുള്ള കഴുകലാകുന്ന കുമ്പസാരമെന്ന കൂദാശ ജലത്തിലുള്ള കുളിയായിരുന്നു. ചങ്കടൽ കടന്ന പഴയ നിയമ ജനതയെപ്പോലെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ വേണ്ടി ചെങ്കടൽ കടന്ന പഴയ നിയമ ജനതയെപ്പോലെ, വാഗ്ദാന ദേശത്തിൻ്റെ കാനാനിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ജോർദാൻ കടന്ന പഴയ നിയമ ജനതയെപ്പോലെ നാം ഓരോരുത്തരും മാമോദീസായിലൂടെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മാമോദീസായിലൂടെ നാം കാനാനാകുന്ന വാഗ്ദത്ത ദേശത്തേക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക്, രക്ഷയുടെ പെട്ടകമായ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടായ്മയായ തിരുസഭയിലേക്ക് പ്രവേശിച്ചുവെങ്കിൽ, സ്നേഹമുള്ളവരെ, അതിനുശേഷവും നമ്മുടെ വിചാരത്തിലും നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ പെരുമാറ്റങ്ങളിലൊക്കെ അശുദ്ധി കടന്നു വരുന്നുണ്ട്. ഈ അശുദ്ധിയെ കഴുകിക്കളയുവാനുള്ള മാർഗമാണ് ഈ കൂടെയുള്ള വിശുദ്ധീകരണമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ, രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ സിറിയയിലെ സൈനാധിപനായ നാമാൻ കുഷ്ഠരോഗത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ഏലീഷ പ്രവാചകൻ്റെ അടുത്ത് കുഷ്ഠരോഗം സൗഖ്യം പ്രാപിക്കുവാൻ വേണ്ടി ഈ നാമാൻ എന്ന സിറിയയിലെ സൈനാധിപൻ കടന്നു ചെല്ലുകയാണ്.
അങ്ങനെ നാമാൻ രഥങ്ങളും കുതിരകളുമായി ഏലീഷായുടെ വീട്ടുപടിക്കലെത്തി. 5-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. നാമാൻ രഥങ്ങളും കുതിരകളുമായി ഏലീഷായുടെ വീട്ടുപടിക്കലെത്തി. ഏലീഷ ദൂതനെ അയച്ച് അവനോട് പറഞ്ഞു, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക, നീ ശുദ്ധനായി ശരീരം പൂർവസ്ഥിതിയെ പ്രാപിക്കും. എന്നാൽ നാമാൻ കുപിതനായി മടങ്ങിപ്പോയി. അവൻ പറഞ്ഞു, ഏലീഷ എൻ്റെ അടുത്ത് ഇറങ്ങി വന്ന് തൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമെന്നും കരം വീശി കുഷ്ഠം സുഖപ്പെടുത്തുമെന്നും ഞാൻ വിചാരിച്ചു. ദമാസ്കസിലെ അബാനായും ഫാർപ്പാറും ഇസ്രായേലിലെ നദികളെക്കാൾ ശ്രേഷ്ഠമല്ലേ? അവയിൽ കുളിച്ച് എനിക്ക് ശുദ്ധി പ്രാപിച്ചുകൂടെ? അങ്ങനെ അവൻ ക്രുദ്ധനായി അവിടെ നിന്ന് തിരിച്ചുപോയി. സ്നേഹമുള്ള സഹോദരരെ, പലപ്പോഴും മാനുഷികമായ പരിതസ്ഥിതികളാലും മാനുഷികമായ വൈകാരികതകളാലും സ്വാധീനിക്കപ്പെടുന്ന നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കുവാൻ പലപ്പോഴും സാധിക്കാതെ പോകുന്ന ആത്മീയതയുടെ ചില നിസ്സാര ഭാവങ്ങളും നിസ്സാര രൂപങ്ങളും അവയുടെ നിഗൂഢമായ അവയുടെ ഏറ്റവും സവിശേഷമായ പ്രത്യേകതകളും ദൈവത്തിൻ്റെ വചനം നമുക്ക് ഈ വചനത്തിലൂടെ വെളിപ്പെടുത്തി തരികയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ദൈവം ഇടിമുഴക്കത്തിലൂടെയും കൊടുങ്കാറ്റിലൂടെയും ആൾക്കൂട്ടത്തിൻ്റെ ആരവങ്ങൾക്കിടയിലും വലിയ ജനക്കൂട്ടത്തിൻ്റെ ആഘോഷങ്ങൾക്കിടയിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ അഭിഷേകങ്ങളും കടന്നു വരുമെന്ന് പലപ്പോഴും നാം വിശ്വസിക്കുകയും ചിന്തിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുക, ദൈവത്തിൻ്റെ ഇടപെടലുകൾ വലിയ ആൾക്കൂട്ടത്തിൻ്റെ ആരവങ്ങളിലല്ല, ജനക്കൂട്ടത്തിൻ്റെ ആഘോഷങ്ങൾക്കിടയിലല്ല, വലിയ ബാഹ്യമായ ആർഭാടങ്ങളും ബാഹ്യമായ ആരവങ്ങളും ബാഹ്യമായ ചേഷ്ടകളും ഒന്നും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് കടന്നു വരുവാൻ ആവശ്യമില്ല. പിന്നെയോ നിസ്വരും നിസ്സാരരും ഒരുപക്ഷെ നിസ്സഹായരുമായ ചില പാവപ്പെട്ട മനുഷ്യരുടെ ഏറ്റവും ലളിതമായ ഇടപെടലുകളിലൂടെയും ഏറ്റവും ലളിതമായ വാക്കുകളിലൂടെയും അവർ പറയുന്ന ചില ചെറിയ കാര്യങ്ങൾ അനുസരിക്കുന്നതിലൂടെയുമാ ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ അഭിഷേകവും ഓരോ ക്രിസ്തുമക്കളുടെയും ഓരോ ദൈവമക്കളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരികയാണ്. ഇവിടെ ഈ നാമാൻ പ്രതീക്ഷിച്ചതുപോലെ നാമം പലപ്പോഴും പ്രതീക്ഷിക്കാറുണ്ട്. വലിയ ദൈവപുരുഷന്മാർ, വലിയ പ്രശസ്തിയുള്ളവർ, വലിയ പേരുള്ളവർ, വലിയ വരങ്ങളും ഉണ്ട് എന്ന് കരുതപ്പെടുകയും വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന വലിയ വലിയ ആൾക്കാർ 2 കരവും സ്വർഗത്തിലേക്ക് ഉയർത്തി വലിയ സ്വരത്തിൽ സ്തുതിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ബാഹ്യമായ തലങ്ങളിൽ സംഭവിക്കുമ്പോഴും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത് എന്ന്. പക്ഷെ സ്നേഹമുള്ളവരെ, വചനം അതിനോട് യോജിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ പരിശുദ്ധാത്മാവ് അതിനോട് യോജിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, ഇവിടെ എലീഷ പ്രവാചകൻ നേരിട്ട് വരുവാൻ പോലും തയ്യാറാകുന്നില്ല. ദൂതനെ പറഞ്ഞു വിട്ട് നാമാനോട് പറയുക, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങുക, എളിമയോടുകൂടി സ്വയം നിസ്സാരതയോടുകൂടി നീ കടന്നു ചെന്ന് ജോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കൊളിച്ചാൽ മതി, നിന്റെ ശരീരം പൂർവസ്ഥിതിയെ പ്രാപിക്കും. സ്നേഹമുള്ളവരെ, അത് കേൾക്കുവാൻ അത്ര ചെറിയ കാര്യങ്ങളൊന്നും നാമാന് പോരായിരുന്നു. ബാഹ്യമായ അലങ്കാരങ്ങളും മാനുഷികമായ ആർഭാടങ്ങളും ഒന്നും ഇല്ലാത്ത ഇത്തരം ചെറിയ കാര്യങ്ങളൊന്നും പലപ്പോഴും നമുക്കൊന്നും തൃപ്തി നൽകുന്നില്ല, പലപ്പോഴും നമുക്കൊന്നും വിശ്വാസം പകരുന്നില്ല, പലപ്പോഴും നമുക്കൊന്നും ബോധ്യമാകുന്നില്ല. നാം വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുക, വലിയ കാര്യങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുക, വലിയ ആർഭാടങ്ങളും ആരവങ്ങളും ആഘോഷങ്ങളും ചേഷ്ടകളും അനുഷ്ഠാനങ്ങളുമൊക്കെ നാം പ്രതീക്ഷിക്കുകയാണ്. എന്നാൽ അതൊന്നും ദൈവം അവിടെ കാണിക്കുന്നില്ല. അങ്ങനെ ഈ ക്രുദ്ധനായി നാമാൻ തിരിച്ചു പോകുമ്പോൾ ഭൃത്യന്മാർ അടുത്ത് ചെന്ന് പറഞ്ഞു, പിതാവേ, കേൾക്കണം, എത്രയോ വലിയ ദൈവികമായ ജ്ഞാനമാ. പിതാവേ, പ്രവാചകൻ ഭാരിച്ച ഒരു കാര്യമാ കൽപ്പിച്ചിരുന്നത് എങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നില്ലേ? അപ്പോൾ കുളിച്ച് ശുദ്ധനാവുക എന്ന് പറയുമ്പോൾ എത്രയോ കൂടുതൽ താല്പര്യത്തോടെ അങ്ങ് ചെയ്യേണ്ടതാ. അങ്ങനെ ദൈവപുരുഷൻ്റെ വാക്കനുസരിച്ച് അവൻ ജോർദാനിലിറങ്ങി 7 പ്രാവശ്യം മുങ്ങി. അവൻ സുഖം പ്രാപിച്ചു, ശരീരം ശിശുവിൻ്റേതുപോലെയായി.
ശരീരം ശിശുവിൻ്റേതുപോലെയായി. സ്നേഹമുള്ള സഹോദരരെ, നാമാൻ എളിമപ്പെടുവാനും ദൈവം തൻ്റെ ശുശ്രൂഷയുടെ ഉത്തരവാദിത്വം ഭരമേൽപ്പിച്ച പ്രവാചകൻ്റെ വാക്കുകൾ അതെത്ര നിസ്സാരമാണ് എങ്കിലും, അതെത്ര ലളിതമാണ് എങ്കിലും, പ്രവാചകൻ എത്ര നിസ്സാരനാണ് എങ്കിലും, അവൻ്റെ വാക്കുകൾ എത്ര നിസ്സാരമാണ് എങ്കിലും, എത്ര ലളിതമാണ് എങ്കിലും, അതനുസരിക്കാൻ തയ്യാറായപ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ രോഗം സുഖം പ്രാപിക്കുകയും അവൻ്റെ അവസ്ഥ ഒരു ശിശുവിൻ്റേതുപോലെയായി എന്ന് വചനം പറയുകയാണ്. സ്നേഹമുള്ള സഹോദരരെ, കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ഒരു സൂചന എന്ന് പറഞ്ഞാൽ, കുമ്പസാരക്കൂട്ടിൽ ഏറ്റവും നിസ്സാരനായ, ഏറ്റവും നിസ്സഹായതകളും കുറവുകളും പരിമിതികളും ഒക്കെയുള്ള കേവലം മനുഷ്യനായ ഒരു പുരോഹിതന കുമ്പസാരക്കൂട്ടിൽ ഇരിക്കുന്നത്. എന്നാൽ ആ പുരോഹിതൻ്റെ അടുക്കൽ പോയി നീ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ഈ ജോർദാനിൽ ആവർത്തിക്കപ്പെടുന്ന ഈ മുങ്ങിക്കുളിയുടെ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. നാം ഓരോ പ്രാവശ്യവും കുമ്പസാരക്കൂട്ടിലേക്ക് എളിമയോടുകൂടി അനുതാപത്തോടുകൂടി കടന്നു ചെല്ലുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം 15-ാമത്തെ വാക്യം, ഞാൻ അത്യുന്നതനും മഹത്വപൂർണനുമാ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. എന്നാൽ അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കുവാൻ ഞാൻ അവരുടെ കൂടെ വസിക്കുന്നു. സ്നേഹമുള്ള സഹോദരരെ, അനുതാപികളുടെ ഹൃദയത്തെ, വിനീതരുടെ ആത്മാവിനെ നവീകരിക്കുവാൻ ദൈവം കൂടെ അടുത്ത് ഇറങ്ങി വരുമെന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതെല്ലാം വ്യക്തികൾ അനുതാപത്തിൻ്റെ ഭാരത്തോടെ, ഹൃദയത്തിൻ്റെ എളിമയോടെ ഒരു പുരോഹിതൻ്റെ അടുക്കൽ പോയി മുട്ടുകുത്തി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചക ആശീർവാദം സ്വീകരിക്കുമ്പോൾ അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കുവാൻ കൂടെ ഇറങ്ങി വരുന്ന ദൈവം ഈ പുരോഹിതനിലൂടെ അവൻ്റെ ജീവിതത്തെ നവീകരിക്കുകയും ഒരു ശിശുവിൻ്റേതുപോലെ ആദ്യമായി മാമോദീസ എന്ന കൂദാശ സ്വീകരിച്ച ആ അവസ്ഥ, ഒരു ദൈവ പൈതലിൻ്റെ വിശുദ്ധമായ അവസ്ഥ, മാമോദീസ സ്വീകരിച്ചപ്പോഴത്തെ അതേ വിശുദ്ധി ഓരോ ദൈവ പൈതലിനും, ഓരോ ക്രിസ്ത്യാനിക്കും ഈ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ദൈവം നൽകുകയാണ് എന്ന് വചനം പറയുകയാണ്. പക്ഷേ എളിമയോടുകൂടി, അനുതാപത്തോടുകൂടി സ്വയം ശൂന്യവൽക്കരിച്ച് കടന്നു ചെല്ലുവാൻ സാധിക്കണം. ദൈവം തന്നെയായ ഈശോ മിശിഹ പത്രോസിൻ്റെ കാല് കഴുകുവാൻ ആഗ്രഹിച്ചത് ഈ പാപമോചനത്തിൻ്റെ, ഈ രമ്യപ്പെടലിൻ്റെ, ഈ അനുരഞ്ജനത്തിൻ്റെ വിശുദ്ധിയിൽ പൂർണ്ണത പ്രാപിക്കലിൻ്റെ ഈ ശുശ്രൂഷയ്ക്കായിരുന്നു. പക്ഷേ മനുഷ്യൻ്റെ ബുദ്ധി അത് സ്വീകരിക്കുവാൻ അനുവദിക്കാതെ പോവുകയാണ്. മനുഷ്യൻ്റെ ബുദ്ധി, മനുഷ്യൻ്റെ ചോദ്യങ്ങൾ, മനുഷ്യൻ്റെ യുക്തി ഇത് സ്വീകരിക്കുവാൻ, ഇത് അനുഭവിക്കുവാൻ അനുവദിക്കാതെ പോവുകയാണ്. സ്നേഹമുള്ളവരെ, ഇവിടെയാ നമ്മുടെ മാനുഷികമായ യുക്തികളെയും ബുദ്ധികളെയും ഇന്ന് ഈ ലോകം വിളിച്ചു പറയുന്ന നുണപ്രചരണങ്ങളെയുമെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിമപ്പെടുവാൻ നമുക്ക് സാധിക്കേണ്ടത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരെല്ലാം എളിമപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറയുന്നുവോ അവർക്കെല്ലാം ഈ കുമ്പസാരം എന്ന കൂദാശയിൽ എളിമയോടുകൂടി പുരോഹിതൻ്റെ അടുക്കൽ പാപങ്ങൾ ഏറ്റുപറയുവാൻ ആരെല്ലാം തയ്യാറാകുന്നുവോ അവരുടെ എല്ലാം ജീവിതത്തിലേക്ക് വലിയ കൃപയുടെ സമ്പന്നത കടന്നു വരും. മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ അതേ വിശുദ്ധി നമുക്ക് ലഭിക്കുകയാണ്. അതാണ് നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 15-ാമത്തെ അധ്യായത്തിൽ നാം വിവരിച്ച് കേൾക്കുന്ന ധൂർത്തനായ പുത്രൻ്റെ ഉപമയുണ്ടല്ലോ. നാം എന്താ അതിൻ്റെ സമാപനത്തിൽ വായിച്ചു കേൾക്കുന്നത്? അവൻ പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റു, പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നു. അവൻ പിതാവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞു, പിതാവേ, അങ്ങേക്കും സ്വർഗത്തിനുമെതിരായി ഞാൻ പാപം ചെയ്തു പോയി. സ്നേഹമുള്ള സഹോദരരെ, ഈ പാപം ഏറ്റുപറയുമ്പോൾ പിതാവിൻ്റെ പ്രതികരണം എന്താ? പിതാവ് വേലക്കാരോട് പറയുക, നീ ആദ്യം ഇവനെ വസ്ത്രം കൊണ്ടുവന്ന് വസ്ത്രം ധരിപ്പിക്ക്. എന്തിനു വേണ്ടി? മാമോദീസ എന്ന കൂദാശയിലൂടെ അവൻ ലഭിച്ചതും പാപത്തിൻ്റെ വഴിയിൽ ഇറങ്ങി തിരിച്ചപ്പോൾ പിശാച്, പാപം തന്നെയായ കള്ളൻ
കീറിക്കളഞ്ഞതുമായ ജീവിത വിശുദ്ധിയുടെ വെള്ളവസ്ത്രം തിരികെ കിട്ടുകയാണ്. അത് കഴിഞ്ഞപ്പോൾ എന്താ ലഭിക്കുന്നത്? അവനെ മേൽത്തരം വസ്ത്രം കൊണ്ട് ധരിപ്പിച്ചു. അതിനുശേഷം മോതിരം അണിയിച്ചു, ചെരിപ്പും അണിയിച്ചു. മോതിരം എന്തിൻ്റെ പ്രത്യേകമാണ്? ദൈവ പൈതലിൻ്റെ അധികാരങ്ങളും അവകാശങ്ങളും. പിതാവിൻ്റെ ഭവനത്തിൽ പുത്രനെടുത്ത എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കൊടുത്തു. മൂന്നാമത് എന്താ കൊടുക്കുന്നത്? ചെരിപ്പ് പിതാവിൻ്റെ പരിപാലനയുടെ അടയാളമാണ്. സ്നേഹമുള്ളവരെ, ആ ധൂർത്തപുത്രൻ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ, പാപം വഴി പിതാവിനോട് മറുതലച്ച് പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അവന് നഷ്ടമായതെല്ലാം ഒരു ആയുഷ്കാലത്തിൻ്റെ പാപജീവിതം കൊണ്ട് നഷ്ടമായതും കൈമോശം വന്നതുമായ സകല നന്മകളും ഒരൊറ്റ നിമിഷം കൊണ്ട് തിരികെ നൽകി ആ ദൈവ പൈതലിൻ്റെ വിശുദ്ധിയുടെ പൂർണ്ണത തിരികെ നൽകുന്ന ദൈവത്തിൻ്റെ കരുണ വലിയ അത്ഭുതം പ്രവർത്തിക്കുന്ന നിമിഷങ്ങളാ കുമ്പസാരം എന്ന കൂദാശയുടെ നിമിഷങ്ങളെന്ന് ഓരോ ക്രിസ്ത്യാനിയും തിരിച്ചറിഞ്ഞ് ഈ കാലഘട്ടത്തിൽ കുമ്പസാരം എന്ന കൂദാശയ്ക്കെതിരെ നടത്തുന്ന പ്രചരണങ്ങളുടെ ആന്തരികമായ കാരണം നാം മനസ്സിലാക്കണം. ദൈവമക്കൾ കുമ്പസാരം എന്ന കൂദാശയ്ക്കണഞ്ഞ് ഈ ജീവിത വിശുദ്ധിയുടെ പൂർണ്ണത പ്രാപിച്ച് ദൈവ പൈതലിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്ന് ദൈവരാജ്യ അനുഭവം ആസ്വദിക്കുന്ന അവസ്ഥ അവന് നഷ്ടമാകുവാൻ വേണ്ടി അവനെ ദൈവത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ കരുണയിൽ നിന്ന്, ആ കരുണ പരികർമ്മം ചെയ്യപ്പെടുന്ന കൂദാശകളിൽ നിന്ന്, വിശേഷ കുമ്പസാരം എന്ന കൂദാശയിൽ നിന്ന്, ആ കുമ്പസാരം എന്ന കൂദാശ പരികർമ്മം ചെയ്യുന്ന പുരോഹിതനിൽ നിന്ന് അകറ്റുവാൻ വേണ്ടിയുള്ള നുണപ്രചരണങ്ങളും ആഭാസകരമായ അശ്ലീല പ്രചരണങ്ങളും ഇന്ന് പല മാധ്യമങ്ങളും, ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ, സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിലൂടെ, ആനുകാലിക മാധ്യമങ്ങളിലൂടെ ഇന്ന് ലോകത്തിൻ്റെ പ്രതിലോമ ശക്തികൾ ഒന്നടങ്കം ഒരുമിച്ച് പരിശ്രമിക്കുമ്പോൾ ക്രൈസ്തവ വിശ്വാസികൾ തിരിച്ചറിവോടുകൂടി, വിവേകത്തോടുകൂടി, വിവേചനത്തോടുകൂടി പ്രതികരിക്കുവാനും അവയെ പ്രതിരോധിക്കുവാനും സാധിക്കണം. കാരണം സ്നേഹമുള്ളവരെ, നുണ പറയുന്നവർക്ക് നുണ പറയാം. നുണ ആവർത്തിക്കപ്പെട്ടതിൻ്റെ പേരിൽ അത് സത്യമാകുന്നില്ല. പക്ഷേ സനാതനമായ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സത്യമുണ്ട്. ഒരു പുരോഹിതൻ്റെ പാപമോചക ആശീർവാദത്തിലൂടെ മാത്രമേ ഒരു ക്രിസ്ത്യാനിക്ക് ഇന്ന് പാപമോചനത്തിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ, ആ ദൈവവൈതലൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പാപത്തിലായിരിക്കുന്നവൻ പാപത്തിൻ്റെ അടിമയാ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ ഈശോ പറഞ്ഞു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാ. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല. എന്നാൽ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. സ്നേഹമുള്ളവരെ, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമത്തത്തിലാണ്. ഈ അടിമത്തത്തിൽ നിന്ന് ഈശോ ഇന്ന് ഒരു ദൈവമകളെ മോചിപ്പിക്കുന്നത് പൗരോഹിത്യത്തിൻ്റെ ഈ കുമ്പസാരമെന്ന കൂദാശാപരമായ ശുശ്രൂഷയിലൂടെയാണ് എങ്കിൽ, പൗരോഹിതൻ്റെ ഈ പാപമോചക ആശീർവാദത്തിലൂടെയാണ് എങ്കിൽ, ഏതെല്ലാം വ്യക്തി ഈ പാപമോചനത്തിൻ്റെ കുമ്പസാരമെന്ന കൂദാശയ്ക്കണഞ്ഞ് പുരോഹിതൻ്റെ പാപമോചക ആശീർവാദം സ്വീകരിക്കുന്നുവോ അതിലൂടെ മാത്രമേ പാപത്തിൻ്റെ അടിമത്തത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവപൈതലിൻ്റെ സ്വാതന്ത്ര്യത്തോടെ, സന്തോഷത്തോടെ ദൈവപിതാവിൻ്റെ ഭവനത്തിൽ കടന്നു ചെന്ന് വിരുന്നാസ്വദിക്കുവാൻ സ്വയം മുറിച്ച് ദൈവം ഒരുക്കുന്ന വിശുദ്ധ കുർബാന എന്ന ആ മഹത്തായ വിരുന്ന് യോഗ്യതയോടെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ആത്മീയ സത്യം തിരിച്ചറിഞ്ഞ് ഇന്ന് ഈ കാലഘട്ടത്തിൽ നടത്തപ്പെടുന്ന നുണപ്രചരണങ്ങളെ, കുമ്പസാരം എന്ന കൂദാശയ്ക്കും പൗരോഹിത്യത്തിനുമെതിരെ നടത്തപ്പെടുന്ന നുണപ്രചരണങ്ങളെ ആത്മീയമായി പ്രതിരോധിച്ച് വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.